ധനവിനിയോഗ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൈക്ക് ഓഫ് ചെയ്ത് ചെയർ പ്രതിഷേധവുമായി പ്രതിപക്ഷ അംഗങ്ങൾ ഡയസിന് മുന്നിലെത്തി. പ്രതിപക്ഷ എംഎൽഎമാർ ചെയറിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് മന്ത്രി എം ബി രാജേഷ്. ഞാൻ പറയുന്ന കേൾക്കൂ. ചെയറിനെ ഭീഷണിപ്പെടുത്തുന്നതും സമ്മർദ്ദത്തിലാക്കുന്നതും ഒരുതരം ഗുണ്ടായുസമാണ്. അത് ഈ സഭയിൽ അനുവദിക്കാവുന്നതല്ല. സർ, ഒരാൾക്ക് പ്രസംഗം കൺക്ലൂഡ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടും കൺക്ലൂഡ് ചെയ്യാതെ ഭീഷണിപ്പെടുത്തി ചെയറിന്റെ മുമ്പിൽ വന്നത് ഭീഷണിപ്പെടുത്തി സമയം പിടിച്ചു വാങ്ങുകയാണ്. എന്ത് രീതിയാണിത് സർ? അമൽ തേനമ്പറമ്പിൽ നിയമസഭയിൽ ചേരുന്നു. അമൽ, എന്താണ് സംഭവിച്ചത്? പ്രതീക്ഷ, നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ച നടക്കുന്നതിനിടെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ബഹളമുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നതിനിടെ AKG സെൻറ്ററും അതോടൊപ്പം തന്നെ സർസംഘചാലൻ്റെ പദവിയും AKG സെൻറ്ററിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും ഈ ദളിതർക്ക് കയറി ചെല്ലാൻ കഴിയാത്ത രണ്ട് സ്ഥലങ്ങളാണ് എന്നൊരു പരാമർശം നടത്തി. അതേ തുടർന്ന് തുടങ്ങിയ ബഹളമാണ്. പിന്നീട് AKG സെൻറ്ററിനെ ഗോവിന്ദൻ മാഷ് ക്ലിഫ് ഹൗസിൻ്റെ ഒരു പാൻഡ്രയാക്കി മാറ്റി എന്നൊരു പരാമർശം കൂടി ഉയർന്നു. ഇതോടെ ഭരണപക്ഷത്തു നിന്നും വലിയ തോതിലുള്ള ബഹളം ഉയർന്നു. അതിന് പിന്നാലെയാണ് എം ബി രാജേഷ് ഈ പ്രസംഗം ഇങ്ങനെ രാഹുൽ തുടരുന്നതിനിടെ രാഹുലിൻ്റെ മൈക്ക് ചെയർ ഓഫ് ചെയ്തു. CK ഹരീന്ദ്രനായിരുന്നു ചെയറിലുണ്ടായിരുന്നത്. മൈക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി ഡയസിന് തൊട്ട് മുന്നിലേക്ക് എത്തി. അതിനുശേഷം എം ബി രാജേഷ് സംസാരിച്ച് ഈ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്നവർക്കെതിരെ എം ബി രാജേഷ് രംഗത്തെത്തി. ഇത്തരത്തിൽ ഗുണ്ടായിസം കാട്ടി ഭരണപക്ഷ അംഗങ്ങൾ ചെയറിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ പോവുകയാണ് എന്നുള്ളതായിരുന്നു പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയായ എം ബി രാജേഷിൻ്റെ പ്രതികരണം. ഈ പ്രതികരണത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വിമർശനവുമായി രംഗത്തെത്തി. പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ ഇരു കൂട്ടരെയും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരാളാണ്. ആ ആളുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായത് ശരിയായില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എം ബി രാജേഷ് തന്നെ സ്പീക്കറോട് സംസാരിച്ച് തൻ്റെ പരാമർശം സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് എം ബി രാജേഷ് തന്നെ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പം മുമ്പ് സ്പീക്കർ കാര്യം സഭയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ബഹളമില്ലാതെ സഭാ നടപടികൾ തുടരുകയാണ്. പക്ഷേ രാഹുലിന്റെ പരാമർശത്തെ തുടർന്ന് വലിയ ബഹളമായിരുന്നു സഭയിലുണ്ടായത്. നിയമസഭയിൽ നിന്ന് വിവരം നൽകിയത്. ധനവിനിയോഗ ചർച്ചയ്ക്കിടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്.